അൽഫാമേട്ടാ ആകെ കൂലി 600 അച്ചായിക്കട കൂട്ടിട്ട് മേടിക്കും അത്ര. ഇത് ബനേ കുഞ്ഞിക്കൈയില് വാവുവാണേ. ഓ മുട്ടിക്ക് പണിക്ക് പോണ്ട, പൊറാട്ട എന്തായാലും അച്ഛൻ കൊടുന്നേരും കേട്ടോ. പോവോ? എന്തിനാ? അച്ഛനെ പോലീസ് ഉണ്ടാവും കുട്ടികളെ പണിയിപ്പിച്ചു പറഞ്ഞിട്ട്. ഇല്ല ഓടാ. മുടി ഒന്നിട്ട് കേട്ടിരു ആ സാധനം. ഭായി ഇവരൊക്കെ ഏതാവത് വേണമാ? അച്ചോ അച്ചോട്ടിയെ അച്ചോ ശംഭാനി ആരോ ഈ പണിയെടുക്കണ്? അച്ചുട്ടിയെ പാവാട്ടോ. എന്റെ കുട്ടിയെ കാനട് പൊക്കിയപ്പോഴേ ആദ്യം ഒരു സൗണ്ട് ഉണ്ടാക്കിയിരിക്കുക. എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ. പോണ പൊക്കിൽ അതിനെ നല്ല 3-4 ചിത്തളിച്ചിട്ടാ പോയത്. ഞാൻ വേഗം അവിടേക്ക് ഒന്ന് മ്യൂട്ട് ആക്കിയാണ് കേട്ടോ. കുഞ്ഞെ വേണ്ടിട്ടോ, ഇവിടെ അച്ഛനെ പോലീസ് കൊണ്ടുപോകുന്ന തോന്നുന്നുണ്ട്. നമ്മളെ പോലീസ് പിടിക്കട്ടെ കേട്ടോ, ചെറിയ കുട്ടികളെ കൊണ്ട് പണിയിപ്പിച്ചിട്ട്. അമ്മന്റെ കുട്ടി നിർത്തിക്കോ കുഞ്ഞെ. സ്കൂള് വിട്ട് വരുമ്പോഴേ അവന്റെ ബാഗ് ഞാൻ ഉമ്മർത്തുനിന്ന് മേടിച്ച് റൂമിൽ കൊണ്ടുവയ്ക്കണം. അതുപോലെ ഏറ്റവും വേഗത്ത് ചെക്കനാണ് ഈ മരാമത്ത് പണിയോട് എടുക്കുന്നത്. എന്താ അവന്റെ ഒരു ഊക്കില്ലേ? മതിട്ടോ. അൽഫാമേട്ടാ ആകെ കൂലി 600 അച്ചായിക്കട കൂട്ടിട്ട് മേടിക്കും അത്ര. ഞാനെന്തെങ്കിലും സഹായം ചെയ്യണം? ക്യാമറയും കൊണ്ട് കടന്നു പോവല്ലേ മോനെ? രണ്ട് ഭായിമാരാണ് അച്ഛന്, വെറും തിന്നാൻ മാത്രം മേടിച്ചെടുത്താൽ മതി. എന്റെ കുട്ടി മേടിച്ചെന്നാ തലേക്കെട്ടും. അച്ചൂട്ടൻ നല്ലൊരു പണിക്കാരൻ തന്നെ അല്ലാതെ. എന്ത് ഇത്രയൊക്കെ പറ്റുള്ളൂ? അന്നെ ആരെങ്കിലും നിർബന്ധിച്ചോ? അന്നെ ആരെങ്കിലും നിർബന്ധിച്ചോന്ന്? അച്ചോ അച്ചോ മേലും കൈയും വെച്ച് കരയും. മതി മതി ഉണ്ണി. ഈ വെട്ടണ്ടോന്നല്ലേ? എന്റെ റോള് കഴിഞ്ഞല്ലേ? ശരിട്ടോ, എന്തെങ്കിലും ഉണ്ടാക്കണോ? ബൂസ്റ്റ് ഹോർലിക്സ് ഒക്കെ കലക്കി. അച്ചൂട്ടനെ ഞാനും ഏട്ടൻ പണിയെടുക്കുന്നത് ഒന്ന് വന്ന് കാണാമെന്നും പറഞ്ഞ് കുറേ സ്വരം കെടുത്തിയപ്പോ ഞാനൊന്ന് വന്ന് എത്തി നോക്കിയാണ് കേട്ടോ. ഓരോ വർത്താനം കേട്ടപ്പോ ഞാൻ അങ്ങനെ കുറച്ച് വീഡിയോയൊക്കെ ഇങ്ങോട്ട് എടുത്തുന്നല്ലേ. ഈ വീട്ടിലെ വേറെ കുറെ പണികളും നടക്കുന്നുണ്ട് കേട്ടോ. പുള്ളിക്കൂടെ ഒക്കെ പണിക്കാരുണ്ട്. അപ്പൊ ഞാൻ വണ്ടി നമ്മളെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട്. ടെറസിന്റെ മേലെ നിന്ന് കഴിഞ്ഞാല് അപ്പൊ പണി കിടക്കണ വീടിന്റെ ഉമ്മറൊക്കെ പിങ്കൂസിന് കാണാം കേട്ടോ. അപ്പൊ ഞാനും ഉണ്ണിയോളും അവിടെ കയറി പോണോള് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ വായ കൂടാണ്ട് കുരയ്ക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ എത്തിയപ്പോൾ അതിന് കുറേ ശമനമായിട്ടോ. കാലിലൊക്കെ നല്ല അഴുക്കായേ. അപ്പൊ ഞാനതൊക്കെ കഴുകി അടുക്കളയിൽ കയറിയിട്ടുണ്ട്. രാവിലത്തെ ടിഫിൻ്റെ പണികൾ കഴിഞ്ഞപ്പോൾ ഞാൻ ബീട്രൂട്ട് നല്ലോണം ചോപ്പ് ചെയ്ത് ഇതുപോലെ ഉപ്പേരിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് തേങ്ങയും പച്ചമുളകും ചതച്ചിട്ട് കഴിഞ്ഞാൽ ഉപ്പേരി സെറ്റ്. നമ്മൾ കറിയാക്കാൻ പോകുന്നത് കടച്ചക്കയാണ് കേട്ടോ. ഞാൻ കടച്ചക്ക കൊണ്ട് മസാല മാത്രം ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളൂ, സാമ്പാർ ഉണ്ടാക്കിയിട്ടില്ല. ഇടിച്ചക്ക കൊണ്ട് സാമ്പാറൊക്കെ ആക്കിയ നല്ല സ്വാദല്ലേ. അപ്പം ഇതും വെച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ.
നമ്മളെ വീടിന് കാണുന്ന തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ തന്നെയാണ് കേട്ടോ പണി നടക്കുന്നത്. വേറെ ഒന്നല്ല, അവിടെ എന്തോ ഒരു കോൺക്രീറ്റ് എന്തോ പൊട്ടിച്ചതിൻ്റെ പിന്നെ 4 പേരുള്ള വേസ്റ്റ് ഒക്കെ ഇല്ലേ, അതൊക്കെ കൊണ്ടേ കളയുകയാണ്. ഏട്ടൻ പോയപ്പോൾ രണ്ടും കൂടെ പുറകെ കൂടിയിരിക്കുകയാണ്. അച്ചൂസ് ഇങ്ങനെ ഏട്ടൻ ദൂരത്തേക്കൊക്കെ ട്രിപ്പിന് പോകുമ്പോൾ കൂടെ പോകൂട്ടോ, വെറുതെ വണ്ടിയിലിരിക്കും. അപ്പോൾ സാധനങ്ങളൊക്കെ ഇറക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ അവന് ഇറക്കാനൊക്കെ കൂടും അത്രേ. അപ്പോൾ അവിടെ ഉള്ളവർ വെള്ളമൊക്കെ കുടിക്കാൻ കൊടുക്കുകയും എന്നാലും നീ മിടുക്കൻ ആച്ചയുടെ കൂടെ അങ്ങനെ വന്നല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് അവനെ അഭിനന്ദിക്കും അത്രേ. അപ്പോൾ അതൊക്കെ അവന് വലിയ വലുപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏട്ടനോട് എപ്പോഴും ചോദിക്കും ട്രിപ്പിന് പോകുമ്പോൾ ഞാനും പോരട്ടെ എന്ന്. ഏട്ടൻ എല്ലായിടത്തേക്കൊന്നും കൊണ്ടുപോയില്ല, നല്ല അറിയുന്ന വീടുകളിലേക്കും ആൾക്കാരുടെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അവനെ കൂട്ടിയിട്ട് പോകും കേട്ടോ. മെയിനായിട്ട് പോണ കാര്യം എന്താ വെച്ചാൽ ടൗണ് ചുറ്റി വരുമ്പോൾ പലതും കഴിക്കാനും കുടിക്കാനൊക്കെ മേടിച്ച് കൊടുക്കുമല്ലോ, അതിനൊക്കെയാണ്. ചിലപ്പോൾ അച്ഛൻ എന്തെങ്കിലും പോക്കറ്റ് മണിയും കൊടുക്കലുണ്ട്, വെറുതെ അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. അല്ലാണ്ട് ഇപ്പോൾ അച്ഛയ്ക്ക് ഓനെ കൂട്ടിയിട്ട് ടൗണിൽ കൂടെ ചുറ്റാനുള്ള നേരവും ഇല്ല കാലവും ഇല്ല. അപ്പോൾ പണിയുടെ ഇടയിൽ കൂടെ ഓൻ്റേതായ ഇത്തരം സന്തോഷങ്ങൾ നടക്കട്ടെ എന്ന് ഓർത്ത് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാമ്പാറാക്കുന്നത് പരിപ്പും ഉരുളക്കിഴങ്ങും അതുപോലെ തക്കാളിയും പച്ചമുളകും കൂടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒരു 3 വിസിലാട് വെക്കുക. ഞാൻ എല്ലാ സാമ്പാറും ഇങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ചെറുള്ളുകൊണ്ട് വെണ്ടയ്ക്കൊണ്ട് ഒക്കെ അതേ കണക്ക് തന്നെ കേട്ടോ. കുറച്ചധികം പരിപ്പെടുക്കും, ഒരൊറ്റ ഉരുളക്കിഴങ്ങ് എടുക്കുള്ളൂ, പിന്നെ ഒരു തക്കാളി 2 പച്ചമുളക്, അത് ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് 3-4 തവണ വിസിൽ വരെ വേവിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് കഷ്ണം വെച്ചാണോ സാമ്പാറൊക്കെ ഉദ്ദേശിക്കുന്നത്, ഇനിയിപ്പോൾ എല്ലാവിധ പച്ചക്കറികളും ഇടുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇട്ടിട്ടും കൂടെ ഒന്നുകൂടെ വേവിച്ച് പുളിയൊക്കെ ഒഴിച്ച് അത് തിളയ്ക്കുമ്പോൾ തേങ്ങ വരച്ച് പാരുക. അങ്ങനെ വളരെ എളുപ്പത്തിൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള സാമ്പാറാണ് നമ്മളിപ്പോൾ ഇവിടെ റെഡിയാക്കുന്നത് കേട്ടോ. അപ്പം ഇനി സാമ്പാറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ വറവ് തന്നെയാണ് അല്ലേ. അപ്പോൾ അത് തേങ്ങ വറക്കാൻ വേണ്ടി തേങ്ങയൊക്കെ മാറ്റി വെച്ചു. ഇടയിൽ ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചാണ് കേട്ടോ, എന്നാൽ അതങ്ങനെ കുതിർന്നോളൂ. അന്നേരം കൊണ്ട് പണിയൊക്കെ മാറ്റിയിട്ടാ അച്ഛയും മക്കളും കൂടെ എത്തിയിട്ടുണ്ട്. അച്ഛൻ കയ്യും കാലമൊക്കെ കഴുകുകയാണ്. അച്ചൂസും ആദ്യം ഒന്നും കുളിച്ചിട്ടില്ല കേട്ടോ. നേരം വെച്ചാകുമ്പോഴത്തെ ടിഫൻ കഴിക്കൽ കഴിഞ്ഞ് അങ്ങനെ അച്ഛരുടെ കൂടെ കയറിപ്പോയാണ്. അപ്പം ഇനിയിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വേണം ആദ്യക്ക് കയറാൻ വേണ്ടിയിട്ട്. നല്ലോണം മേലൊക്കെ മണ്ണായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിതാ സാമ്പാർക്കുള്ള വറവ് റെഡിയാക്കുകയാണേ. നമ്മൾ ഉലുവയും അതുപോലെ ഉഴുന്നും കായവും കൂടെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് അതിലോട്ട് തേങ്ങയും പിന്നെ കുറച്ച് ചെറുള്ളി അതുപോലെ കറിവേപ്പില അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ വറുത്തെടുക്കണം. ചെറിയ ഉള്ളി ഇല്ലാത്ത കാരണം കൊണ്ട് ഞാനൊരു വലിയ ഉള്ളിയുടെ ഒരു കഷ്ണം തന്നെ ഇങ്ങനെ നുറുക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അച്ചൂട്ടനെ കുളിക്കാൻ വേണ്ടിയിട്ട് ഡ്രമ്മിൽ വെള്ളം പിടിക്കാനുള്ള തത്രപ്പാടിലാണ്. അപ്പോൾ പൈപ്പിൽ വെള്ളം വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ മെല്ലെ അതിനെ നിരുത്സാഹപ്പെടുത്തിയാണ്. ഇങ്ങോട്ട് പോരും, വെള്ളം വരുമ്പോൾ അമ്മൂട്ടി അങ്ങനെ കുളിച്ചോ, അപ്പോൾ തൽക്കാലം ബാത്റൂമിൽ കുളി എന്നൊക്കെ പറഞ്ഞ് അവനെ അങ്ങനെ ബാത്റൂമിൻ്റെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ. തേങ്ങാവറവെല്ലാം സെറ്റായപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പും ഉരുളക്കിഴങ്ങും തക്കാളിയും ഒക്കെ വെന്ത് നല്ലൊരു പരുവായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ കടച്ചക്കായിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചാൽ മാത്രം മതി. തേങ്ങ നമ്മൾ ചെറു തീയിലിങ്ങനെ ഇട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നിറാവുന്ന വരത്തേക്കും വറുത്തെടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് പൊന്തി. ഇനി നമുക്ക് പൊടികളും കൂടി ഇട്ട് മൂപ്പിക്കണം. ഇടയിൽ പുറത്തുനിന്ന് നല്ല വഴക്കും വെക്കണം കേട്ടപ്പോൾ ഞാനൊന്ന് ജനലിൻ്റെ ഇടയ്ക്ക് എത്തി നോക്കിയാണ്. വേറെ ഒന്നുമല്ല, ഇവന് മറ്റവൻ ആദ്യം കുളിക്കട്ടെ, മറ്റവന് ഇവൻ ആദ്യം കുളിക്കട്ടെ. എങ്ങനെയൊക്കെയോ രണ്ടിനെയും ഞാൻ കുളിമുറികളുടെ അടുത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മൾ ആ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയില്ലേ, അതിലോട്ട് 2 സ്പൂൺ മുളക് പൊടിയും അതുപോലെ ഒരു 2 സ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് പൊടികൾ ചെറുതീയിൽ വെച്ച് ഒന്നും കൂടെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. തേങ്ങ വറവ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് സാമ്പാർ പൊടിയുടെ ആവശ്യമില്ല. ഇതിൽ കായുണ്ട്, ഉഴുന്നുണ്ട്, ഉലുവയുണ്ട് ഒക്കെ. സാമ്പാർ വെച്ചാൽ നല്ല മണം കിട്ടണില്ല, സ്വാദ് വരുന്നില്ല, അങ്ങനെയൊക്കെ ചിലർ പറയണ കേൾക്കാം. അപ്പോൾ ഈ തേങ്ങ വറവിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നവരത്തേക്കും വറുത്ത് ഇതിലിടുന്ന പൊടികൾ കരിയിക്കാണ്ട് ലൈറ്റ് തീയിൽ മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് തീ ഓഫാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിടുക. എന്നിട്ട് പിന്നെ ഇത് ആറിയതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുക അത് കേട്ടോ. അപ്പം അതെല്ലാം അരച്ചെടുത്തു. ഇതാ നമ്മുടെ കഷ്ണങ്ങളെല്ലാം മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ട് വെച്ചാണ് ഞാൻ കടച്ചക്കയുടെ. കുക്കറിലാവുകൊണ്ടേ പരിപ്പും ഉരുളക്കിഴങ്ങും തക്കാളിയും പച്ചമുളകും ഒക്കെ നല്ല രീതിയിൽ വെന്ത് കുറുകി പാകം പരുവായിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്ന കടച്ചക്കയില്ലേ, അതൊക്കെ മഞ്ഞപ്പൊടി വെള്ളത്തിൽ നിന്ന് ഊറ്റി ഇട്ട് കൊടുത്തു. കടച്ചക്ക പെട്ടെന്ന് വേവ് കേട്ടോ, അതുകൊണ്ട് ഒരുപാട് നേരം ഒന്നും വെയിറ്റ് ചെയ്യണ്ട. നല്ലോണം ഒന്ന് ഇളക്കി കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു പാത്രം കൊണ്ടാണ് അടച്ചു വെച്ചു. ഒരു മിനിറ്റുകൾക്കുള്ളിൽ എന്ന് പറഞ്ഞ കൂട്ട് കടച്ചക്ക വെന്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് വേവും. പിന്നെ അത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് ഉടങ്ങിയുള്ളൂ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു. പുളിവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വല്ലാണ്ട് കഷ്ണം വേവൂലല്ലോ. അപ്പോൾ അതാ പുളി ഒന്ന് തിളച്ച് കുറുകി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അരച്ച് വെച്ച് ഈ ഒരു അരപ്പും കൂടെ ചേർത്തിട്ട് തിളപ്പിച്ച് വറുത്തിട്ട് കഴിഞ്ഞ് നമ്മുടെ സാമ്പാറിൻ്റെ പണി ഒരുങ്ങി. ഞാനുണ്ടല്ലോ വെണ്ടയ്ക്ക വെച്ചും അതുപോലെ ചെറിയ ഉള്ളി വെച്ചും ഒക്കെ ഇങ്ങനെ ആക്കലുണ്ട്.
അപ്പോൾ സാമ്പാർ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. നല്ല സ്വാദാണ്. പുളിയുടെ അളവ് കൂടാതിരുന്നാൽ മതി. പുളിയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ സാമ്പാറിൻ്റെ സ്വാദൊക്കെ പാടെ മാറുള്ളൂ. ഞാൻ ഇവിടെ സാമ്പാർ ഉണ്ടാക്കുന്ന തിരക്കിലാണേലും വായ തോരാതെ ഇങ്ങനെ പറയുന്നുണ്ട്, ഉണ്ണിയോ ഒന്ന് കുളിച്ചിട്ട് വാ, ഒരാൾ കുളിച്ചിട്ട് അടുത്ത ആൾ കയറുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞും കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരാളുടെ കുളി കഴിഞ്ഞിരുന്നു, രണ്ടാമത്തെ ആൾ കുളിക്കാൻ കയറിയിരുന്നു. എന്താ ഞാൻ ഇവിടെ അപ്പോഴത്തേക്കും നമ്മുടെ തേങ്ങാരപ്പൊക്കെ സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഒന്നങ്ങോട്ട് തിളയ്ക്കേണ്ട നേരെ വേണ്ടുള്ളൂ. കടു പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ സാമ്പാർ സെറ്റ്. സാമ്പാർ തിള വരുമ്പോൾ ഒരു നല്ല മണം വരുമല്ലോ. അത് വന്നപ്പോഴേ ആ കോലയത്തിൽ നിന്ന് ആദ്യം അച്ഛൻ വിളിച്ചു പറയാൻ തുടങ്ങി, ചോറ് അമ്മേ, ചോറ് വിളമ്പമ്മേ എന്നുള്ളത്. ഇതിലിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് സാമ്പാർ പൊടിയോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കുന്ന സാമ്പാർ. പക്ഷെ നല്ല മണം ഉണ്ടാവലുണ്ട് ഇങ്ങനെ സാമ്പാർ വയ്ക്കുമ്പോഴത്തേക്ക്. പിന്നെ എനിക്ക് സാമ്പാർ പൊടി ആകെ ഇഷ്ടമുള്ളത് നമ്മുടെ വീടിൻ്റെ അവിടെ ഇങ്ങനെ തൊട്ട് സാമ്പാർ പൊടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവിടുത്തെ ആ ഒരു സാമ്പാർ പൊടി നല്ലൊരു മണമൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ. കുത്തുന്ന മണം ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ പാക്കറ്റ് പൊടി മേടിക്കുമ്പോൾ ആ ഒരു മണം മുകളിലേക്ക് പൊങ്ങി നിൽക്കും. അപ്പോൾ അത് വലിയൊരു പിടുത്തമല്ല ഞങ്ങൾക്ക് ആർക്കും. അങ്ങനെയാണ് ഞാൻ സാമ്പാർ പൊടിയെ പാടെ ഉപയോഗിച്ചത്. മുന്നേയൊക്കെ ഞാൻ സാമ്പാർ ഉണ്ടാക്കുമ്പോഴത്തേക്കും എപ്പോഴും സാമ്പാർ പൊടി ഇടുമായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തന്നെ നന്നു. പിന്നെ ഇപ്പോൾ എന്തിനാണ് നമ്മൾ പുറത്തുനിന്ന് പാക്കറ്റൊക്കെ മേടിച്ച് അതും ഇതൊക്കെ നമ്മൾ സാമ്പാറിലിട്ട് അതിൻ്റെ നാടൻ രുചിയും മണമൊക്കെ ഇല്ലാണ്ട് ആക്കണമല്ലേ. അപ്പോൾ ഇഷ്ടംമാതിരി കറിവേപ്പില എൻ്റെ അടുത്തുള്ള കാരണം കൊണ്ട് ഞാൻ വറുത്തിടാൻ വേണ്ടി കുറേ അധികം കറിവേപ്പില വാരി എടുത്തതാണ്. എനിക്കറിയാമല്ലോ, കറിവേപ്പില ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാ കടുവൊക്കെ പൊട്ടിച്ച് നമ്മൾ സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് സാമ്പാറിൻ്റെ അവസാന ഘട്ട പണികളെല്ലാം തീർത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ സാമ്പാർ പൊടി ഇട്ടാലേ സാമ്പാർ നന്നാവൂ എന്നൊരു ചിന്തയുള്ളവരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി അറിയോ, നമ്മൾ ഇതേ രീതിയിൽ സാമ്പാറാക്കിയിട്ട് ഈ കടു പൊട്ടിക്കില്ലേ, ഈ ഒരു സമയത്ത് നമ്മുടെ ആ സാമ്പാറിൻ്റെ മേലേക്ക് ഒരു സ്പൂൺ സാമ്പാർ പൊടി ഇടുക, എന്നിട്ട് മിക്സ് ചെയ്യുക, എന്നിട്ട് കടു പൊട്ടിക്കുക. അപ്പോൾ ആ സാമ്പാർ പൊടിയുടെ മണം ആ ചൂട് എണ്ണയും ആ തളയിലും എല്ലാം കൂടി ആക്കിയിട്ട് നല്ലോണം മുകളിലേക്ക് കയറി നിൽക്കും. അപ്പം അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ആക്കാമെന്ന് പറയുകയാണേ. അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞാൻ പപ്പടം തപ്പിത്തിറങ്ങിയപ്പോൾ ആകെ 5-6 പപ്പടേ കിട്ടുള്ളൂ. ഇവിടെ അച്ഛനും മക്കൾക്കും പപ്പടത്തിന് തല്ലുകൂടി. ഇപ്പോൾ വീട്ടുകളിലുള്ള ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യാൻ നമ്മൾ അമ്മമാരെ കഴിഞ്ഞല്ലോ. 5-6 പപ്പടത്തെ ഞാൻ കീറി നുറുക്കി മുറിച്ച് ഇഷ്ടംമാതിരി പപ്പടം ആക്കിയിട്ടുണ്ട്. ഒരു പപ്പടം ഉപ്പേരി മാതിരിയാണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അച്ഛക്കും മക്കൾക്കും തികയോളം പപ്പടമായി. ചോറിന് നല്ല സാമ്പാറുണ്ട്, ഉപ്പേരി ഉണ്ട്, പപ്പടം ഉണ്ട്. ശരിക്കും സുഭിക്ഷമായിട്ട് നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അച്ചൂസ് വന്ന് ചോദിക്കുകയാണ്, അമ്മ ഇന്നത്തെ എൻ്റെ റേഷൻ എനിക്ക് ചോറിൻ്റെ കൂടെ തരുമെന്ന്. സംഭവം എന്താണെന്നറിയോ, ഞാൻ ആദ്യക്ക് 2-3 മുട്ട ഡെയിലി പുഴുങ്ങി കൊടുക്കും. കൂട്ടത്തിൽ അച്ചൂസിനും ഒരു മുട്ട കൊടുക്കും. അപ്പോൾ അത് അവരുടെ റേഷനാണ് അത്രേ, മുട്ട റേഷൻ. അപ്പോൾ അവനൊന്ന് വൈകിട്ട് വേണ്ട, അത് ഇതുപോലെ ബുൾസയാക്കി കഴിഞ്ഞാൽ ചോറിനിക്ക് അറമാന്തിച്ച് കഴിക്കായിരുന്നു എന്ന്. എന്നാൽ അവന് ഉപ്പേരിയൊന്നും വലിയ പിടുത്തല്ലേ. അപ്പോൾ അവൻ്റെ റേഷൻ ഞാൻ ഇതുപോലെ ബുൾസയാക്കിയിട്ടുണ്ട്. എന്നാൽ ഓൻ നല്ലപോലെ കഴിച്ചോളുമല്ലോ, എപ്പോഴാണെങ്കിലും വയറ്റിൽ പെട്ടാൽ മതിയല്ലോ. പക്ഷെ മുട്ട പുഴുങ്ങി കഴിഞ്ഞാൽ ആൾ സ്വഭാവം മാറ്റും കേട്ടോ. അവന് ഏറ്റവും ഇഷ്ടം മുട്ട പുഴുങ്ങിയതും ഇതുപോലെ ബുൾസയൊക്കെയാണ്. അപ്പം ഞാനെ കാണാണ്ട് വേണം വൈകിട്ട് മുട്ട പുഴുങ്ങിയിട്ട് ആദിക്ക് കൊടുക്കാനായിട്ട്. അത് വരെയുണ്ടല്ലോ, ഞാൻ ഈ ഒരു ലോങ് വീഡിയോയുടെ മിനി വ്ളോഗ് 2 ദിവസം മുന്നേ തന്നെ യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് ചെയ്തിട്ട് ഒരു ദിവസം അങ്ങോട്ട് കംപ്ലീറ്റ് ആയില്ല. അതിൻ്റെ മുന്നേ 1.M മുകളിലേക്ക് വ്യൂസ് കയറി 25K ഒക്കെ അത്രയും കണക്ക് ലൈക്സ് കിട്ടി. ഒരുപാട് കമൻസ് വന്നു, ഷെയർ വന്നു. ചാനലുകൾ ഒക്കെ ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ റീച്ചായി പോയിട്ടോ. പക്ഷെ അതേ ഷോർട്സ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ സാധാ പോലെയുള്ളൊരു വ്യൂ കിട്ടി. കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കമൻസും സപ്പോർട്ടൊക്കെ വന്നു എന്നല്ലാണ്ട് വ്യൂ കയറിപ്പോയില്ല. അപ്പോൾ ഒരു ചൊല്ലുണ്ടല്ലോ, യോഗ ഇല്ല അമ്മിണി, ആ കണക്കാണ് എൻ്റെ ഒരു അവസ്ഥ. കാരണം അത്രയും വ്യൂസ് ഇതിൽ കിട്ടുകയാണെങ്കിൽ ഈ മാസത്തെ ഏണിങ്സ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളെ കയ്യിലെത്തിയേനെ. അപ്പം നമ്മുടെ വണ്ട ഇതല്ലേ, അതൊക്കെ തന്നെ നടക്കുള്ളൂ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ നമ്മുടെ പുളി പൂക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും നമ്മൾ പോസ്റ്റ് ചെയ്ത വീഡിയോസിന് നല്ല രീതിയിലുള്ള വ്യൂസ് ഉള്ള കാരണം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കമൻസ് വന്നു. പക്ഷേ കമൻസ് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. നമ്മുടെ ഫാമിലീനെ സ്നേഹിക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ടെന്ന് എനിക്ക് ആ കമൻസിൽ കൂടെയൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെ കുറേ കഴിയുമ്പോൾ യൂട്യൂബ് ഫാമിലിയും നമ്മളെ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ആക്കിക്കോളും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിലും ശുഭപ്രതീക്ഷയിലും നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. അതൊന്നും ഇപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ വരണമാരിയോട് വരട്ടെ അല്ലേ, അതൊക്കെ അടക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ചായ പരിപാടി അച്ചൂസിൻ്റെ വകയാണ് കേട്ടോ. എനിക്ക് ആദ്യം ഒന്ന് ടൗണിൽ പോകണം, കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഒന്ന് സ്കൂട്ടി ഓടിക്കാൻ അറിയാമല്ലോ. അപ്പോൾ പകുതി വരത്തേക്കും സ്കൂട്ടിയിൽ പോയിട്ട് പിന്നെ ഞങ്ങൾ നടന്ന് ടൗണിൽ പോയി, അതെല്ലാം കഴിഞ്ഞ് വീണ്ടും സ്കൂട്ടി എടുത്ത് വീട്ടിലേക്ക് വരും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പരിപാടി കേട്ടോ.
അപ്പോൾ അവന് ഞാനും പുറപ്പെടുന്ന നേരെ കൊണ്ട് അച്ചൂസാണെന്ന് ചായ വെച്ചത്. അച്ചൂസിനെ അറിയാം ഒരു പാക്കറ്റ് പാൽ കൊണ്ട് എങ്ങനെ പൊടിയിട്ട് ചായ ആക്കണമെന്ന്. പക്ഷെ ഇത് അരിക്കുന്ന ആൾ ഞാനാണ്, അത് അവനെ കൊണ്ട് ചെയ്യിക്കലില്ല. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും മഴയൊന്നും അത്യാവശ്യം പെയ്തു കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ ടെർട്ടിൽ വൈൻ ചെടിയൊക്കെ പൊട്ടി തൂങ്ങി നിലത്തേക്ക് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ വേറൊരു ചട്ടിക്ക് ഇട്ട് വെച്ചു. അപ്പോൾ തന്നെ പിന്നെ കുഴിച്ചിടാനൊന്നും മെനക്കെട്ടില്ല, മണ്ണൊന്നും ഇല്ല, ഒക്കെ കളച്ചെടുത്തിട്ട് വേണം. അപ്പം അതെല്ലാം അവിടെ വെച്ചു. പിന്നെ ഞാൻ പോകുമ്പോൾ എൻ്റെ ചായ മുഴുക്ക കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതവിടെ ബാക്കി വെച്ചായിരുന്നു. അപ്പോൾ അത് ചൂടാക്കിയിട്ട് അത് കുടിക്കുകയാണ്. ബാക്കിയുള്ള എൻ്റെ ചെടികൾക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളൊരു നോട്ടത്തിലാണ് കേട്ടോ. വൈകുന്നേരത്തെ പണികളൊക്കെ ഒരുങ്ങി ആത്ത് കയറിയപ്പോഴത്തേക്കും ഏട്ടൻ പണി മാറ്റി വന്നിട്ടോ. അപ്പം ഇന്ന് ഭയങ്കര തലവേദനയാണ്, കുറച്ച് എണ്ണ ഇട്ട് തരാൻ പറഞ്ഞ് അതിട്ട് കൊടുക്കുകയാണ്. എൻ്റെ രമേശേട്ടന് ഇമാരി ഗെയിമും കളികളൊന്നും അറിയുന്നില്ല. ഇതിനൊക്കെ കാരണം അച്ചൂസാണ്. ഓനാണ് അച്ഛനെ ഈ ഗെയിം പഠിപ്പിച്ച് ഇതങ്ങനെ ആക്കിയത്. അതുപോലെ വൈകിട്ടായിട്ടൊന്ന് കുറേ വൈകിയ വന്ന് പത്തിരിപ്പാലയ്ക്ക് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 10-12 മണിയൊക്കെ ആയിട്ടോ വീട്ടിലെത്തിയപ്പോഴത്തേക്കും. അപ്പോഴത്തേക്കും എൻ്റെ ഉണ്ണിയോളൊക്കെ നല്ലോണം കൂർക്കം വലിച്ച് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്തും ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഒന്നും കൊണ്ടണ്ട, ഇനി നാളെ എന്തെങ്കിലും കൊടുന്നു കൊടുക്കാം, എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു കൂണ് കൊടുത്തിട്ട് കടത്തി ഉറക്കുകയാണ്. നേരെ നല്ല വൈകിയായിരുന്നല്ലേ. വൈറ്റങ്ങളെ ഉണർത്തേണ്ട വെച്ചിട്ടാണ് ഞാൻ ഈ അടുക്കളപ്പുറത്ത് കൂടെ പോകുന്നോളാൻ പറഞ്ഞ ഏട്ടോളൂ ഏട്ടൻ്റെ അടുത്ത്. ചെപ്പിലിക്കണേ കുഞ്ഞ് അച്ഛൻ്റെ കഴിക്കാൻ കൊടുക്കുന്നുണ്ട്, വേണോ? ഞാൻ എനിക്ക് ഏട്ടനെ നീപ്പിക്ക് സുന്ദരമെന്നാ വാ ഉണ്ണി വാ. ചെച്ചി കൊടുന്ന ഇറച്ചി 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 അതാ നീച്ചു. ഇത്ര പണിയുള്ളു, ഇത്ര പണിയുള്ളു. രാവിലെ തിന്നാ മതിയോ? സത്യം പറഞ്ഞാൽ രണ്ടുപേരും നല്ലോണം ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഓരോ പിടി ചോറേ കഴിച്ചുള്ളൂ. ഓർക്കറിയാം അച്ഛൻ എന്തായാലും എന്തെങ്കിലും ആയിട്ട് വരുള്ളൂ എന്നുള്ളത്. ഏട്ടൻ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ഉണ്ടാക്കി കൊടുത്തു ഏട്ടന്. എന്നിട്ട് ഇതാ ഒരു കൊടുന്നതൊക്കെ ഉണ്ണിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതെല്ലാം കഴിക്കാൻ കൊടുത്തു. ഞാനാണെങ്കിൽ ഫാൻ ഇട്ടിട്ട് നിലത്ത് കൂടെ മൊത്തം തുണി വിരിച്ചിരിക്കുകയാണ് ഉണങ്ങാനായിട്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ കൂടെ വേണം ഉണ്ണുകൾക്ക് കഴിക്കാൻ കൊടുക്കാനായിട്ട്. അത് വീണ്ടും ഒരു പുറത്തേക്ക് കൂട്ടി വെച്ച് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും പരത്തേണ്ടായത് കേട്ടോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. കുറച്ച് വിശേഷങ്ങളുള്ള ഒരു കുട്ടി വീഡിയോ ആയിരുന്നു. അപ്പം നമ്മുടെ ഫാമിലിയെ നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ ശുഭപ്രതീക്ഷയിൽ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നല്ലൊരു ടാറ്റ ബൈ ബൈ.